കർത്താവിന്റെ രാജ്യസ്ഥാപനത്തിന് മുമ്പ് നടക്കേണ്ട ഒരു സംഭവമാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. രണ്ട് പാദങ്ങളായിട്ടാണ് നടക്കുന്നത്. ഒന്ന് ആദ്യത്തേതിന് എന്ത് പറയും? രഹസ്യ വരവ്. രണ്ടാമത്തിന് എന്ത് പറയും? പരസ്യവരവും രഹസ്യവരവെന്നും പറയും. ഈ രഹസ്യവരവ് ആദ്യം നടക്കും. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ട് കർത്താവിന്റെ പരസ്യവരവ് നടക്കും. ഈ രഹസ്യവരവിന് വേണ്ടിയാണ് ദൈവസഭ കാത്തിരിക്കുന്നത്. ഈ കർത്താവിന്റെ ഈ രഹസ്യവരവ് ഇനി സീക്രട്ട് കമ്മിങ് എന്ന് പറയും. സീക്രട്ട് കമ്മിങ്ങിൽ ദൈവസഭ മാത്രമേ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ? എടുക്കപ്പെടത്തുള്ളൂ. ദൈവസഭ എന്ന് പറയുന്നത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? കത്തോലിക്കര് യാക്കോബക്കാര് പെന്തക്കോസ്തുകാര് ഇങ്ങനെയാണോ? അല്ല. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. ദൈവമക്കളെക്കാൾ ഉപരി ഒരു വീട് ഉപയോഗിക്കുന്ന വിശുദ്ധന്മാർ. കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന എണ്ണ ഉണ്ടെന്ന് പറഞ്ഞൊരു കഥയില്ല, ഉണ്ടായിരുന്നെന്ന് പറഞ്ഞൊരു കഥയില്ല. എണ്ണ കരുതി കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ ലോകത്തിലുണ്ട്. അവരും മാത്രം കർത്താവിന്റെ വരവിനെടുക്കും. വെളിപ്പാട് 4-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് വെളിപ്പാട് 4:1. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിങ്ങളെ വെളിപ്പാട് പുസ്തകം അറിയാമെന്ന് എനിക്ക് വെച്ചാൽ ഈ ആവപ്പടെ ഒരു മണിക്കൂറിനകം വെളിപ്പാട് പുസ്തകം പറയാൻ പറ്റത്തില്ല. ഞാൻ ഓടിച്ചൊരു ഐഡിയ കന്നു പോകാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവ് വെളിപ്പെടുന്നു. കർത്താവിന്റെ ഒറിജിനൽ ഫോം ആര് കാണുന്നു? യോഹന്നാന് അതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാണുന്ന അവസാനത്തെ ദൃശ്യം യോഹന്നാൻ മാത്രമേ ക്രൂസിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. യോഹന്നാൻ നോക്കിയപ്പം കർത്താവ് ഇങ്ങനെ ക്രൂസിൽ കിടന്ന് എന്ത് ചെയ്യുന്നു? നിലവിളിക്കുന്നു. അതിനിടയ്ക്ക് വിലാപ്പുറത്തൊരു കുത്ത് കിട്ടി. ഇങ്ങനെ ചായുന്നത് കണ്ടതാ യോഹന്നാൻ. എൻ്റെ കൂടെ 10-12 പേരുണ്ടായിരുന്നു. എല്ലാവരും പോയി. ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷികളായി കഴിയുന്നു. നല്ലൊരു കൊച്ചു ബിസിനസ് കേട്ടാണ് ഇവർക്ക്. യോഹന്നാനും അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരെന്നെ യാക്കോബും ഇടിമക്കൾ എന്നൊക്കെ പറയല്ലേ. ഈ പത്രോസിന്റെ കൂടെ ഒന്നും പിടിക്കാത്തതൊന്നും പത്രോസ് ഒന്നും പിടിക്കത്തില്ലായിരുന്നു. എന്നും പരാജയമാണ്. എപ്പം ചോദിച്ചാലും എന്താ പറയും? ഒന്നും. അങ്ങനെ പറഞ്ഞ ഒത്തിരി പേര് ആത്മീയ മണ്ഡലത്തിലൊക്കെ ഇന്നും ഉണ്ട്. എപ്പം ചോദിച്ചാലും ബ്രദറെ ഒന്നും എന്ത് ചെയ്തില്ല, പിടിച്ചിട്ടില്ല, ഒന്നും നേടിയിട്ടില്ലെന്ന് പറയുന്നത്. എന്നാൽ ഇവരങ്ങനല്ല. ഇവരെ കുറിച്ച് ബിസിനസ് ഒക്കെ നടത്തി വേറെ ജോലിക്കാരും, ഞാൻ സുവിശേഷത്തിൽ എഴുതിയ ഭാഗം പറയുന്നത് കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നസ്രായനെതിരെ വന്നത്. നസ്രായനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ ഇന്ന് അപ്പനോട് പറഞ്ഞു, സബദിയോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളെ എന്ത് ചെയ്യാം പോകണം, ബിസിനസ്സിൽ പോകണം, യേശുവിനോടെ പോകണം. അപ്പം മോനെ ഞാൻ ഇത്രയും കാശും മുടക്കി കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഈ പടവ് നിങ്ങളെ കരുതിയ നിങ്ങൾക്കൊരു ഫ്യൂച്ചറ് മോശമാകുന്നില്ല. അവർ പടം സാരമില്ല പോകാം. അതിനിടയിൽ 2 പേര് യാക്കോബും അങ്ങനെ പോയി. കർത്താവിനോടൊക്കെ പ്രവർത്തിച്ചൊരു 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞു. വലിയ പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു. കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു. വലിയ ഷോക്കായി പോയി. അത് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ഒരു ഏറ്റവും ഷോക്ക് എന്ന് പറയുന്നത് സ്വന്തം സഹോദരനെ ഹെരോദാവ് വാളാലങ്ങ് ഭയങ്കര ഷോക്കായി. എന്നാൽ ഇറങ്ങി തിരിച്ച് പടവും വലയും വിട്ട് മറ്റാരും ചെയ്യാത്ത സാഹസമൊക്കെ കണ്ടെത്തി ഇറങ്ങി തിരിച്ച് ഇപ്പം തന്നെ തൊടുന്നതും കാല് വെക്കുന്നിടത്തല്ല എന്തുവാ നസ്രായൻ നേതാവ് എന്ത് ചെയ്തു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഈ പ്രായപ്പാട് പേക്ഷികൃഷ്ണൻ അത് കഴിഞ്ഞപ്പോൾ സഹോദരനും അത് കഴിഞ്ഞ് കുറച്ച് കാലൂടെയൊക്കെ ജീവിച്ച് പോന്നപ്പോഴാണ് പിന്നെ ഓരോരുത്തരും എന്ത് ചെയ്തു? പോയി. പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിച്ചു. ചിലർ ശിഷ്യന്മാരെ കല്ലെറിഞ്ഞ് കൊന്നു, അമ്പെയ്ത് കൊന്നു. എല്ലാവരും മരിച്ചു. ആര് മാത്രമുണ്ട്? ഈ മനുഷ്യൻ മാത്രമുണ്ട്. ഈ മനുഷ്യൻ ഒരുപക്ഷെ ചിലപ്പോൾ പ്രാർത്ഥി തമ്പുരാനെ എന്നെ കൂടെ എന്നെ അങ്ങ് എന്തിനാ ജീവിച്ചിരുന്നു? ഞാനതിൽ ഇങ്ങനെ വയസ്സ് 100ഓളമായി. ഭയങ്കര പ്രായമാണ്. ചില കാലൊക്കെ അങ്ങ് മേളിൽ കയറി പോയി. സ്തോത്രം. ഫെസോസിലെ സഭയുടെ പാസ്റ്ററായിട്ട് ഒടുവിൽ ഇങ്ങനെ ഇരിക്കുക. ഫെസോസിലെ ഇരിക്കുന്ന സമയത്താണ് കാര്യം ചക്രവർത്തി 95 തന്നെ പിടിച്ച് തിളച്ച് എണ്ണയ്ക്കകത്തങ്ങ് ഇട്ടു. സംഭവിച്ച കഥയാ. സ്തോത്രം. കൊല്ലാനായിട്ടത്. പക്ഷേങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴും തീയിൽ നിന്ന് ബാലന്മാർ ഇറങ്ങി വരുന്നത് ഈ പുള്ളിയുടെ ഒരു രോമം പോലും എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് പൊക്കിയെടുത്തു. ഒരു പ്രശ്നവുമില്ല. യോഹന്നാൻ ഈനാ പറഞ്ഞ യോഹന്നാനെ 4 പേര് കൂടി തണ്ടയിൽ വെച്ച് പണ്ട് ഇന്നത്തെ പോലുള്ള വിമാനമൊന്നും കാറുമില്ല സമയത്ത് തണ്ട് കെട്ടി തണ്ടയിൽ വെച്ച് കെട്ടി യോഗത്തിൽ പ്രസംഗിക്കാൻ
കൊണ്ടുപോകുന്നത്. അതുപോലെ പ്രായമായി പോയി മനുഷ്യൻ. അന്ന് പിടിച്ചിട്ട് എണ്ണയ്ക്കകത്തിടുന്നത് മരിച്ചില്ല. ഒരു പക്ഷേ യോഹന്നാൻ ചോദിച്ചു കളി തമ്പുരാനെ ഞാൻ ഓർത്ത് ഇവിടെ വെച്ച് അങ്ങ് പിന്നെ എന്തിനാ എന്നെ നിങ്ങളെയൊക്കെ നമ്മളെയൊക്കെ വെച്ചിരിക്കുന്നതുണ്ടല്ലോ. ദൈവത്തിൽ ഒരു പദ്ധതി ഉള്ളുണ്ട്. പനി വരുന്നത് എന്നെ അങ്ങ് എടുത്തോണമെന്ന് ആരും പറയരുത് കേട്ടോ. പ്രൈസലോ കഷ്ടനഷ്ടങ്ങൾ വരുന്നുടനെ പ്രൈസലോ പറയരുത്. ദൈവത്തിൽ ഒരു പദ്ധതി പരിപാടി ഉള്ളതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ യോഹന്നാൻ നിന്നെ മാത്രം വെച്ചിരിക്കുന്നത്? എന്നോട് കർത്താവ് നീ കാര്യം നീ മാത്രമേ അന്ന് ക്രൂസിന്റെ ചുവട്ടിൽ മറ്റു ശിഷ്യന്മാരെല്ലാം എന്ത് ചെയ്തു? കർത്താവ് അവസാനം സംസാരിച്ച ആരോടാ? ഈ ശിഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ. അമ്മയെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാ നിന്റെ കൈയെടുക്കത്തില്ലല്ലോ കണ്ണുണ്ടായി കാണിക്കും. ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് പരമേൽപ്പിച്ച ശുശ്രൂഷയുണ്ട്. ദൈവത്തിൽ സ്തോത്രം. അത്ര വിശ്വസ്തമായി മനുഷ്യനെ സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ കാറ്റിൻ ചക്രവർത്തി ചേർത്തി അവിടെ ഒരു 60 മൈൽ ദൂരെ ഏഷ്യൻ കടലിൽ ഒരു വല്ലാത്ത ദ്വീപിലേക്ക് യാത്ര അയച്ചു. കൊണ്ട് ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടിരുന്ന പോലെ അവിടെ കൊണ്ടങ്ങ് ഡംപ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നു. ആ ദ്വീപിൽ പോയോന്നൊന്നും എന്ത് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് അവൻ അവിടെ തീർന്നോട്ടെന്ന് കണ്ട് അവിടെ കൊണ്ടുവിട്ട ദൈവത്തിന് സ്തോത്രം. തന്നെയുള്ളൂ, വേറെ കാര്യമില്ല. ഒരു മനുഷ്യനില്ല, കൂട്ടിന് ആളില്ല, കൂട്ടായ്മയ്ക്ക് ആളില്ല. സംസാരിക്കാൻ ആളില്ല. ടെലിഫോണല്ലേ ഇന്ന് സെൽഫോണൊക്കെ ഒന്നുമില്ലല്ലോ ഉണ്ടായിരുന്നു കൊല്ലത്തിന് മുമ്പ്. എന്നാൽ ഈ മനുഷ്യർ കാര്യം ചെയ്ത് വെളിപ്പാട് 8 നിങ്ങൾ വായിക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിവശം. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആത്മാവിലായി അന്യഭാഷ പറഞ്ഞെന്നല്ല ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ആത്മവിവശം എന്ന് പറഞ്ഞ എന്നാ? വിവശത എന്ന് പറഞ്ഞ എന്നാ? ആരെങ്കിലും ഇവിടെ ഒന്ന് തെളിയിടുന്നതല്ല ആത്മവിവശത എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മവിവശത എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരം വിട്ട് യാത്ര ചെയ്ത് മേലോട്ട് പോകുന്നതിനാണ് ആത്മവിവശത എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ ആത്മാവ് ഇവിടെ വന്ന് കയറും. പ്രകാരം പറഞ്ഞാൽ മനുഷ്യൻ എനിക്ക് അറിയാം ഒരിക്കലും 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെ എന്ന് ഞാൻ അവിടെ മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ സാധിക്കാത്ത പാടില്ലാത്ത വാക്കുകളെ ഭാഷ അറേബ്യ ഭൂമിയിൽ തനായിരിക്കുന്ന കാലത്താണ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ശരീരത്തിൽ വന്ന് തന്നെ കർത്താവിന്റെ വേല ഇതുപോലെ ഉണ്ടാകാത്തൊരു അനുഭവം കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ 50 കൊല്ലത്തിനിടയ്ക്ക് ശുശ്രൂഷയിൽ ഉണ്ടാകാത്തൊരു വലിയ ആത്മീയ അനുഭവം യോഹന്നാൻ ഉണ്ടായി. അവൻ ആത്മവിവശനായി. ആത്മവിവശനായെങ്കിലേ വിവശതയിൽ മാത്രം ഇത്രയും കാഴ്ചകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കാണാത്തുള്ളൂ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് 7 രാജാമുടി ശിരസാരിൽ വഹിച്ച് 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് 7 രാജാമുടി ശിരസാരിൽ വഹിച്ച് കാലവറയിൽ കിടന്ന് എന്ത് ചെയ്യുന്നു? പണ്ട് കണ്ടത്. ഇപ്പൊ ആ കർത്താവിനെയല്ല കാണുന്നത്. 7 നക്ഷത്രം കയ്യിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസിൽ വഹിച്ച്. വായിക്കാൻ സമയമില്ലല്ലോ. കർത്താവ് കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. 7 സഭകൾ അന്ന് ഏഷ്യാമൈനർ ഉണ്ടായിരുന്ന 7 സഭകൾക്കുള്ള ദൂത് കൈമാറി. 7 സഭ എഫേസോസ് മുതൽ തുടങ്ങി ഏതുവരെ ലവോദിക്കയുടെ സഭയ്ക്കുള്ള ദൂത് കൈമാറി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഈ സഭകളുള്ള ദൂതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഓരോ സഭയെക്കുറിച്ചും പറഞ്ഞിട്ട് എഫേസോസ് ആദ്യത്തെ സഭ പറഞ്ഞു നന്നായില്ലെങ്കിൽ മനസാന്തരപ്പെടില്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് എന്ന് പറയും. അതങ്ങനെ സംഭവിച്ചു. അടുത്ത 1 നൂറ്റാണ്ടോടെ എഫേസോസ് വന്ന് ഇന്നലെ ഇന്ന് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറെ അറബികൾ പട്ടണിക്കാർ കുറെ പേര് അവിടെ താഴെന്നല്ല അവിടെ ഒന്നുമില്ല പോയി. എത്ര പാരമ്പര്യ സഭയാന്ന് പറഞ്ഞാൽ എഫേസോസ് ആദ്യത്തെ സഭയാ. പൗലോസ് സ്ഥാപിച്ചതാ. തിമോഥെയോസ് അവിടെ ശുശ്രൂഷിച്ചതാ. ഒടുവിൽ ആരായിരുന്നു? യോഹന്നാനായിരുന്നു അവിടുത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞത്. ഒരു കഥയില്ല. 5000 പേരുണ്ടെന്ന് പറഞ്ഞ കഥയില്ല. പോളുണ്ടെന്ന് പറഞ്ഞ കഥയില്ല. പ്രിയപ്പെട്ടവര് ഹല്ലേലൂയ. സഭയ്ക്ക് ദൂത് കൊടുത്തു. എന്ത് ചെയ്യണം? ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു. നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അവര് മടങ്ങി വന്നില്ല. എടുത്ത് ബോധിക്കണം. എന്നാൽ ഏത് സഭയിലും ഒരു ശേഷിപ്പ്, ഒരു റെമനന്റ് നിലയുന്നു. ഈ കാലത്തും ഏത് സഭ പെന്തക്കോസ്തിലായാലും ഞാൻ നിങ്ങളോട് ധരിച്ചു പറയാം, കാലം ഇങ്ങനെ വന്നിരിക്കുക. പെന്തക്കോസ്തിലും ഇന്നൊരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവർ. വലിയ ആൾക്കൂട്ടമൊക്കെ കാണും. ഈ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നത്
വിശേഷിപ്പ് മാത്രമേ ബാക്കിയുള്ളവർക്ക് തട്ടിപ്പോ ഞാൻ ഇന്ന് പേരുള്ളത് കൊണ്ടോ വലിയ ചെക്കെഴുതി കൊടുത്തതുകൊണ്ടൊന്നും ഒരു കഥയില്ല. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ 6ാമത്തെ സഭയാണ് ഫിലദൽഫിയ. ഈ ഫിലദൽഫിയയെ കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ നെഗറ്റീവായിട്ട് ഒരു കമന്റും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ പോയി വെച്ചോളൂ. പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ബിഹോൾഡ് ഐ ഓപ്പൺ ഇൻഡോർ, നിന്റെ മുമ്പിൽ വലിയ വലുതും വിശാലമായ ഒരു വാതില്, സുവിശേഷത്തിന്റെ വാതില്. ഈ സഭയുടെ കാലയളവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1800 AD 1800. ഇതിനെല്ലാം ഒരു സമയപരിധി ഉണ്ട് കേട്ടോ. 1800 മുതൽ ഇതിന്റെ തുടക്കം. ഏത് സഭ? സുവിശേഷത്തിന്റെ വാതിൽ അങ്ങോട്ട് തുറന്നു കൊടുത്തിരിക്കുക. ഇപ്പോഴാണ് അല്ലെന്തോ ഏത് പാകിസ്ഥാൻ ഇത് വേണ്ടെന്ന് പറഞ്ഞാലും റഷ്യ വേണ്ടെന്ന് പറഞ്ഞാലും ബൈ എയർ എന്ത് ചെയ്യുക? റേഡിയോ കൂടി ടെലിവിഷൻ കൂടി ചെല്ലുക. ഇതാ വാതിൽ തുറന്ന് ദൈവത്തിന് സ്തോത്രം. മിഷണറിമാരെ ദൈവം എന്ത് ചെയ്തു? ലോകത്തിൽ എല്ലായിടത്തും റഷ്യയിൽ അയച്ചു, ഇന്ത്യയിൽ അയച്ചു, തേർഡ് വേൾഡ് കൺട്രിയിൽ എല്ലാം അയച്ചു, ആഫ്രിക്കയിൽ അയച്ചു. സുവിശേഷത്തിന്റെ വാതിൽ ദൈവം ആർക്കും അടച്ചുകൂടാ. ആരും അടയ്ക്കത്തില്ല. ആരും അടയ്ക്കാൻ പറ്റില്ല. എന്നിട്ട് അല്പമേശ ആ കാര്യം പറഞ്ഞു വന്നിട്ട് പറഞ്ഞ് അവരെ ഈ വരുവാനുള്ള പരീക്ഷാ കാലത്തിന് മുമ്പ് ഇവരെ ദൈവം എന്ത് ചെയ്തു? നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം കേട്ടോ. എന്ത് ചെയ്യും ഇവരെ മേപ്പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയാം. ഈ ലവോദിക്കയും ഈ ഫിലദൽഫിയ സഭ, ഈ 2 സഭകൾ, ഇത് രണ്ടും പാരലായിട്ടാണ്. ഒന്ന് ലോകത്തിൽ 2 ഉണ്ട്. എന്തൊക്കെയുണ്ട്? ലവോദിക്കായും ഉണ്ട്. ലവോദിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ സമ്പന്നൻ, എനിക്കൊന്നും ഒട്ടില്ല എന്ന് പറഞ്ഞോട്ട് ഇവര് കുറെ ബോസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങ് നിൽക്കുക. പക്ഷെ നിങ്ങൾ വായിക്കാൻ നോക്കണം. ആ സഭയ്ക്കകത്ത് കർത്താവ് എവിടെ കിടക്കുന്നു? വെളിയില്ല. വെളിയിൽ എന്ത് ചെയ്യുക? മുട്ടുന്ന എവിടെ അറിയാം? ഇൻഡിവിജ്വലിനോടാണ് മുട്ടുന്നത്. ഇൻഡിവിജ്വൽ പിടിക്കുക. ഇവരുടെ ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി ഈ ഫിലദൽഫിയയിൽ ചേർന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിലദൽഫിയ വല്ല സഭയുണ്ട്. ഇവിടെ ആ ഫിലദൽഫിയയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ലവോദിക്കയിൽ വിട്ടിറങ്ങി ഇവിടെ ചേരണം. സത്യസഭയിൽ ഫിലദൽഫിയയിൽ കർത്താവിന്റെ മണവാട്ടി അതാണ് മണവാട്ടി സഭ. പക്ഷെ അന്ത്യക്രിസ്തുവിന്റെ മണവാട്ടിയായി ലവോദിക്ക എന്ന് പറയുന്നത്. കർത്താവിന്റെ സഭയിൽ എടുക്കപ്പെട്ടാലും ഇവിടെ തമ്പാറ് കൂട്ടും പാട്ടും കൺവെൻഷനും ഒക്കെ നടക്കും. ഏതാ? ലവോദിക്ക. അതിനു മുമ്പ് കർത്താവിന്റെ വരവിന് മുമ്പ് ഇതിനകത്ത് ഇറങ്ങാനുള്ളത് എന്ത് ചെയ്യും? ദൈവം മാറ്റിക്കളയും. ഈ സൗത്ത് അമേരിക്കയിലൊക്കെ ചെന്നൈ, സൗത്ത് അമേരിക്കയിലെ കത്തോലിക്ക പള്ളികളൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുക. സ്പാനിഷ് ചർച്ചകളെന്ന് പറഞ്ഞാൽ 5000 പേര് 50,000 പേരൊക്കെ വന്ന് കുടിക്കൊണ്ട് അത് വന്നിട്ട് ഈ കാലയളവ് നിങ്ങൾ എവിടെ കേരളത്തിൽ പോയാലും നിങ്ങൾ എവിടെ പോയി നോക്കിക്കോ. കർത്താവിനുള്ളവരെ കർത്താവ് വിളിച്ചു മാറ്റും. അവരിവിടെ കാണും. എന്നാൽ ദൈവമക്കൾ ഇവിടുന്ന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിച്ചു. ലവോദിക്കയുള്ള ദൂത് കഴിഞ്ഞു. ഇനി അടുത്ത സീൻ മാറുക. ഇവിടുന്ന് ഭൂമിയിൽ തന്നെ മാറ്റപ്പെടുക. ഇപ്പൊ എങ്ങോട്ട് കയറി പോയി? സ്വർഗത്തിലെ സംഭവം വിവരിക്കാൻ പോകുന്നത്. അതിനകത്ത് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു. എന്നോട് ഇവിടെ കയറി വരിക. സംഭവിക്കാനുള്ളത് പ്രസന്റ് കഴിഞ്ഞു, പാസ്റ്റും കഴിഞ്ഞു. ഇനി എന്താ നടക്കാൻ പോവാ? യോഹന്നാനോട് പറഞ്ഞു, മോനെ വെള്ളോട്ട് കേറിപ്പോയി. വിവശതയിൽ എന്ത് ചെയ്തു? കേറിപ്പോയി. ഇനി മേലോട്ട് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ മേലാൽ സംഭവിക്കാനുള്ളത് ദൈവം തന്നെ ദാസനായ യോഹന്നാന് ദൂതനിൽ കൂടെ ആർക്ക് പറഞ്ഞു കൊടുത്തു? യോഹന്നാന് പറഞ്ഞു കൊടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അർത്ഥം ദൈവസഭ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എടുക്കപ്പെട്ടു. 4-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്തോട് 2 വാക്യത്തിലോട് ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇനി സഭ എന്നൊരു ശബ്ദം നിങ്ങൾ കേൾക്കണമെങ്കിൽ 19-ാം അധ്യായത്തിലെ കേൾക്കത്തുള്ളൂ. അത് സഭ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ പരസ്യ വരവെങ്കിൽ കർത്താവിനോടുള്ള ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാനായി മടങ്ങി വരുന്നു. അതുപോലെ സഭ അവിടെ കാണത്തില്ല. സഭ പോയി. ദൈവത്തിന് സ്തോത്രം. ഈ 4-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെടുക. ഞാൻ പറഞ്ഞു ഇത് രഹസ്യ വരവ. ഈ രഹസ്യ വരവ് ആർക്കും അറിയത്തില്ല. ഒറ്റ മനുഷ്യൻ ചെയ്തില്ല. എന്നാൽ പൗലോസ് ഇതിനൊരു ചില സൈൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എങ്ങനെയാ? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പിന്നെ ജീവനോടിരിക്കുന്നവരായ നാം മുമ്പിലാന്ന് പറയില്ല. അവരോട് ഒരുമിച്ച് കർത്താവിനെ അറിയാൻ മേഘങ്ങളിൽ. ഇതാണ് ഒരു വ്യവസ്ഥ. ഒരു 5 മിനിറ്റ് നിങ്ങൾ തെളിയിച്ചു തരാം. അതെന്താന്ന് ചോദിച്ചാൽ പൗലോസ് എന്താ അങ്ങനെ പറഞ്ഞു? എന്താ ഇതിന്റെ വിഷയം? എന്താ?
കർത്താവ് ഗംഭീരനാഥം. ഗംഭീരനാഥം എന്ന് പറഞ്ഞാൽ നീട്ടി ഊതുന്ന കാഹളം. കാഹളം ഊതുന്നതിനൊരു രീതിയുണ്ട്. ഗംഭീരനാഥം എന്ന് കുറച്ചുകൂടെ നീട്ടി ഊതും. സംഖ്യാപുസ്തകം 10-ാം അധ്യായം എടുക്കാനും സമയമില്ല. സമയമുണ്ടെന്ന് ഞാനിതെല്ലാം പറഞ്ഞു പോകാമായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, സഭയെ പുറപ്പെടുവിക്കുവാൻ എന്ത് ഊതണം? ഗംഭീരനാഥം. സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിന് ചുറ്റും ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നു? പാളയം അടിച്ച് കിടക്കുന്നു. അത് സ്ഥിരമല്ലല്ലോ അവിടുത്തെ കിടപ്പ്. ഒരു ഗംഭീരനാഥം ഊതുമ്പോൾ മേഘം പൊങ്ങി കൂടാരത്തിനെ കുറ്റി ഊരി എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം. അതിനാണ് എന്ത് ഊതുന്നത്? ഗംഭീരനാഥം. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ ഗംഭീര. ഇതെന്തിനാണെന്നറിയാമോ? ഇത് ഒരു പെന്റഗണും ഇവിടുത്തെ ഒരു CIA-ക്ക് ഒന്നും, CIA എല്ലാം നമ്മൾ പറയുന്നത് CIA എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നമ്മളൊക്കെ പറയും വലിയ പാർട്ടികളാണെന്ന്. എല്ലാം ഇവരൊക്കെ ഒന്നും അറിയത്തില്ലെന്നേ. ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞു ഇറാഖിൽ പോയി അവിടെ എന്താണ് ഇതുണ്ടോന്ന് പറഞ്ഞു, കെമിക്കൽ വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി യുദ്ധം നടത്തി. CIA റിപ്പോർട്ട് കൊടുത്തിട്ട് അവിടെ പോയി പരാജയപ്പെട്ടൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഞാൻ CIA മോശമാണെന്നല്ല പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ പറയുന്ന ഒരു കാര്യം ഗംഭീരനാഥം കേൾക്കുന്ന ആരെന്നറിയാമോ? യേശുവിന്റെ രക്തത്തിൽ അതങ്ങനെ സംഭവിക്കും. എങ്ങനെ തെളിയിക്കാൻ പറ്റും? വേദപുസ്തകം എങ്ങനെ പറയുന്നു? ആര് പറയുന്നു? പൗലോസ് പറയുന്നു. കർത്താവൻ ഗംഭീരനാഥത്തോട്. നമ്മളൊക്കെ ചിലപ്പോൾ വീട്ടിലെ ഉറങ്ങായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയിലായിരിക്കും. ഇതൊക്കെയറിയാം, അമേരിക്കൻ എയർഫോഴ്സിന് ഒരു സീക്രട്ട് അഡ്വൈസർ കൊടുത്തിട്ടുണ്ട്. കൊല്ലങ്ങൾക്ക് കൊടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസമുള്ളായ പൈലറ്റുമാരൊന്നും യുദ്ധവിമാനം പറപ്പിക്കാൻ അവർക്കിതെല്ലാം അറിയാമെന്ന്. ഏതായാലും 40,000 അടി ഉയർത്തി പോകുമ്പോൾ യുദ്ധവും ഈ F-16 എന്നൊക്കെ ഒരു പാട്ട് ഓട്ടോമാറ്റിക്കലി വരുമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. മനസ്സിലായോ? അവർക്കറിയാം. ഇതൊക്കെ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കത്തുള്ളൂ. ഇവര് പറയുന്ന കർത്താവ് ഒരു എന്ത് ചെയ്യും? അങ്ങ് പോകും. ആ കർത്താവ് അങ്ങോട്ട് പോകും. പെരുന്തൽഫയുടെ മേളിൽ നിന്ന് യുദ്ധവിമാനം വയലറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിമാനം ഇങ്ങോട്ട് പോരും. അതുകൊണ്ട് ഇവരെ കൊണ്ട് എന്ത് ചെയ്യരുത്? എന്താ അറിയാവുന്ന എയർപോർട്ട്സോട് ചോദിച്ചു. അപ്പം എവിടെ നമുക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളോട്. അച്ചായ എഴുന്നേക്ക് എടി രണ്ടറി ഊതിക്കഴിഞ്ഞു എന്ന് പറയാനൊന്നും ചിരിക്കാൻ പറഞ്ഞ സമയമില്ല. ആരെങ്കിലും ഒരുക്കാനുള്ള എന്ത് ചെയ്യണം? ഇപ്പൊ ഒരുക്കിക്കോണം. അങ്ങനെ പിന്നെ നമുക്ക് ഒരുക്കാനുള്ള സമയമേ ഉള്ളെന്നാ ഞാൻ പറഞ്ഞത് സാറ്. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവൻ വിശുദ്ധ ശുദ്ധിമാന്മാർഗണം. കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാര്. ഇവർക്ക് കാര്യം മനസ്സിലായി. ഗംഭീരനാഥം. ഇനി എന്ത് കേൾക്കാം? ഗംഭീരനാഥത്തോടും രണ്ടാമത്തെ ശബ്ദത്തിന്റെ കാതോർത്ത് കുറിപ്പിച്ച് ഇങ്ങനെ കിടക്കിയ ദൈവമക്കളെ നമുക്ക് ഇവിടെ നല്ല മെത്തയൊക്കെ ഇല്ലേ? നമ്മുടെ മെത്തയ്ക്ക് എത്ര അഞ്ചുണ്ട്? ആദ്യത്തെ ഒരെണ്ണം എല്ലാം കൂടെ 12 അല്ലേ? അപ്പോ അത് നമ്മളിങ്ങനെ ഇങ്ങനെ സ്പ്രിങ്ങിൽ ഇങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനെ നിൽക്കുക ദൈവമക്കൾ. എന്തോ കേൾക്കാൻ ശബ്ദം കേട്ടപ്പോഴാണ് നമ്മൾ നിൽക്കുന്നത്. കാഹളത്തിന്റെ ശബ്ദം കേൾക്കാൻ ആർത്തിയോടെ കാവലോടെ നമ്മൾ ഒരുങ്ങി ഇങ്ങനെ നിൽക്കാൻ. അതിനെ പോകാൻ സമയമായെന്നതിന്റെ അർത്ഥം. ഈ സമയത്ത് വേറെ സംഭവം നടക്കും. എന്ന് പറഞ്ഞാൽ ശവക്കോട്ടെ നിങ്ങളുടെ ഇവിടെ സെമിത്തേരിയൊക്കെയുണ്ടോ? എത്രായിരം കല്ലറകളാണെന്നറിയാമോ? ദൈവമക്കളെ, ഒരു അത്ഭുതം ഞാൻ നിങ്ങളോട് പറയാം. അതിനകത്തൊരു ചെറിയ അംശം കല്ലറകൾ മാത്രമേ പൊട്ടത്തുള്ളൂ. നമ്മൾ എന്താ മനസ്സിലായി? ആരുടെ കല്ലറയെ പൊട്ടത്തുള്ളൂ? ക്രിസ്തുവിൽ മരിച്ചവർ. ഓ, എന്റെ വീട് റാന്തിയില്ല, ചേത്തക്കിലെന്ന് പറയും. ഞങ്ങൾക്ക് വീടോടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരൊറ്റ സാധനമേ ചേത്തക്കൽ ആ പ്രദേശത്ത് എനിക്കുള്ളൂ. വിശുദ്ധന്മാർ വിശ്രമിക്കുന്ന കല്ലറ. എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനും എൻ്റെ മാവനും എൻ്റെ മാമിയും അവരൊക്കെ 100 കൊല്ലം മുമ്പ് സുവിശേഷത്തിന് ഇവിടെ ഇറങ്ങിയവരാ. സകലം കൊണ്ട് ഇറങ്ങിയവരാ. അവരൊക്കെ വിശ്രമിക്കുന്ന കല്ലറയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കും.
അനേക കല്ലകൾ, 1000 കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ വിശുദ്ധന്മാരുടെ കല്ലറകളെയും അവരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ എന്ത് ചെയ്യുന്നു. എന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പാവം, ആരുമില്ല, എന്താ പറയുന്നത്, മടങ്ങി ചുരുണ്ട്, ക്യാൻസർ വന്നു, അല്ലെങ്കിൽ മറ്റേത് വന്നു. ബലഹീനതയിൽ എന്ത് ചെയ്തു? എല്ലാവരും കൊണ്ടുപോയി നാട്ടുകാരൊന്നും ഇറക്കി. ആരും ഇല്ലായിരുന്നു. സ്ത്രീ ഔഷധന്മാരെ എങ്ങനെ അടക്കിയിട്ടുണ്ടെന്ന് അറിയാം. അവരെ എങ്ങനെ ഉയർക്കും? നേരത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു. അവർ കല്ലറ കിട്ടുമ്പോൾ എന്ത് പറയാം, കല്ലറ അവർ കെട്ടത്തില്ലായിരുന്നു. ചുമ്മാ കുഴിച്ച് എന്ത് ചെയ്യുന്നു, 6 അടി കുഴിച്ച് ഇടുമായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവരും കിട്ടും. ഈ സാബ് എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് 1 അടിയൊക്കെ ഇട്ട് എന്ത് ചെയ്തു. കാളം കേട്ടാലും മേലോട്ട് പോകരുത്. ഇനി ഞാൻ പറയാം 9 പിന്നെ 10 അടിയുടെ സ്ലാബ് ഇട്ടാലും കാളം കേൾക്കുമ്പോൾ ഇവരെതിരെ പൊട്ടിച്ചാടാൻ പോലെ ശക്തിയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. അവരവിടെ ഇങ്ങനെ കല്ലറയിൽ ഇങ്ങനെ പുറത്തിങ്ങനെ അവർ നിൽക്കുക. അവർക്ക് കാര്യം മനസ്സിലായി. എന്തുകൊണ്ടായി? കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സമയമായി. Maybe 1 minute or 2 minutes. രണ്ടാമത് ശബ്ദം കേൾക്കാം. പ്രധാന ദൂതന്റെ ശബ്ദം. പ്രധാന ദൂതൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? മിഖായേൽ. ദൈവത്തിന് ഒത്തിരി ദൂതന്മാരുണ്ട്. അവർക്കെല്ലാം പല പല വലിയ ഗവൺമെന്റ് അതെന്ന് പറയും. അപ്പം ഈ ഗംഭീരനാഥം കേൾക്കുമ്പം പിശാചും അവന്റെ ദൂതന്മാർ എഴുന്നേക്കും. അവർക്ക് മനസ്സിലായി അവരുടെ പദ്ധതി മുഴുവൻ എന്ത് ചെയ്യുന്നു, പൊളിഞ്ഞു. എങ്ങനെങ്കിലും നമ്മെ മേപ്പോട്ട് വിടാതിരിക്കാണ് അവരുടെ പരിപാടി. അതെന്ത് ചെയ്യുന്നു? ഇല്ല, അവർ അന്തരീക്ഷം മുഴുവൻ മൂടിക്കളി. എന്തുവാ? ദൈവജനത്തെ മേപ്പോട്ട് വിടാതിരിക്കുന്ന അന്തരീക്ഷം മുഴുവൻ മൂടുന്നു. ഈ മൂട് അതായത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ നമുക്ക് എന്തുണ്ട്? പോരാട്ടമുണ്ട്. ഇത് മൂടുമ്പോ ആണ് ആരിങ്ങോട്ട് ഇറങ്ങി വരുന്നത്? പ്രധാന ദൂതനായ മിഖായേൽ ഇങ്ങോട്ട് ഇറങ്ങി വരിക. എന്തുകൊണ്ട് വരുന്നത്? പ്രധാന ദൂതന്റെ ശബ്ദം പറഞ്ഞാൽ എന്താ ശബ്ദമാണ്? നിങ്ങൾക്ക് എത്ര മണിക്ക് ഇന്ത്യ അറിയാം? ഇന്ത്യ അറിയാമോ? പട്ടണത്തിൽ പോയവരുണ്ടോ? ഈ ആർമി ഓഫീസേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വന്നൊരു ഒരൊറ്റ ചവിട്ടി പൊട്ടിച്ച് ഒരു അലാറം കേട്ടുണ്ടോ? എന്താ പറയുന്നത്? ഹലോ എല്ലാരും ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞറിയോ? ഞാൻ പറയാം, പിടിക്കരുത് നിങ്ങളെ. നീളമുള്ളവരെ വലത്ത് വശത്തും നീളം കുറഞ്ഞവരെ ഇടത്ത് വശം. 2 ലൈനെ നീക്കാനേ പച്ചനെ പറഞ്ഞുള്ളൂ. പക്ഷെ അന്തരീക്ഷം പോയി എന്ത് ചെയ്യും? കേട്ട് നിന്ന് പേടിച്ചു. ഇത് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് എന്ത് ചെയ്തു? സാവധാനം അടിച്ച് നിന്ന് കഴിയും. അപ്പം പ്രധാന ഒരു ശബ്ദം കേട്ടാൽ ചിലർക്കാണെങ്കിൽ സവായത്തിന് പോലും സംഭാരടിച്ച് പാടുന്നത് എന്തല്ല. ഈ സംഭാരം കേട്ട് ഭയങ്കര പേടിയോ എന്താ അറിയത്തില്ല. ഒരു വല്ലാത്തൊരു രീതിയാ. ഇത് തുറന്നു ചെന്നാൽ ഇത് അവർക്ക് നിൽക്കാനേ പറ്റത്തില്ല. അവർക്ക് പെട്ടെന്ന് പോരും. ശബ്ദത്തിനോട് അലർജി ഉള്ളവർക്ക് നേരത്തെ ഈ പുസ്തകം മടക്കി വേറെ വല്ല കാര്യം നോക്കിയാൽ നല്ല കാര്യം. അവിടെ ചെന്നാല് ഭയങ്കര ബഹളമായ അവിടെ മേളില് തകർത്ത് ഇടി മുഴക്കം പോലെ പെരുവെള്ളത്തിന്റെ പാടി ദൈവത്തെ ആരാധിക്കും പരിപാടിയുള്ള ദൈവത്തിന് സ്തോത്രം. അപ്പം മടങ്ങി വരാം. കല്ലറികളോട് എഴുന്നേറ്റ് നമ്മൾ കേട്ടി 10-ാം ദിവസം ഇറങ്ങി വന്നു. ശത്രുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. ശത്രുവിനോട് യുദ്ധം പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശത്രു എന്ത് ചെയ്തു? മാറിക്കൊടുത്തു. അന്തരീക്ഷത്തിൽ എന്ത് ചെയ്തു? നിൽക്കാൻ പറ്റത്തില്ല. ഖായലിന്റെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ യുദ്ധം പ്രഖ്യാപിക്കുന്നു.
മാറി കഴിഞ്ഞപ്പോൾ ഹമാരെ രാസ്ത ക്ലിയർ हो गया എന്ന് പറഞ്ഞാല് നമുക്ക് പോകാനുള്ള വഴി നേരെ ക്ലിയർ ആയി കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം. കാഹളം. എന്തുവാ? ദൈവത്തിന്റെ കാഹളം. ഹല്ലേലൂയ. നമ്മൾ ചുമ്മാ പറഞ്ഞു കാഹളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇതങ്ങോട്ട് ഒരു ഒറ്റ ഊതൽ ദൈവത്തിന്റെ കാഹളമാകുന്നത്. മനുഷ്യന്റെ കാഹളം ആട്ടുകൊമ്പൊന്നുമല്ല, ദൈവത്തിന്റെ കാഹളം. ഈ ബിൽ ബോഡി, ഈ ശരീരമുണ്ടല്ലോ, നോക്കി നിൽക്കുന്ന നിപ്പില് ഇതിനൊക്കെ മാറ്റാൻ ശ്രമിക്കും. ഇവനോടുണ്ടെങ്കിൽ, ഇവനോടിരിക്കുന്ന വിശുദ്ധന്മാരാണെങ്കിൽ, മനസ്സിലായോ? നാം എല്ലാവരും നിദ്ര അന്ത്യകാഹളത്തെങ്കിൽ എന്ത് ചെയ്യും? രൂപാന്തരം. ഇവനോടി പൂതലെ പാടും ശുദ്ധ രൂപാന്തരം പ്രാപിച്ചു. മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാരും മണ്ണിൽ ഉറങ്ങിയിരുന്ന ശരീരം മാറി മരിച്ചുകൊണ്ട് ഉയർത്തു. ഇവരോട് എന്ത് പറയും? പ്രാപിച്ചു, പ്രാപിച്ചു. നമുക്ക് കിട്ടുന്ന ശരീരത്തിലാണ് റിസറക്റ്റഡ് ഗ്ലോറിഫൈഡ് ബോഡി എന്ന് പറയും. റിസറക്റ്റഡ് ഗ്ലോറിഫൈഡ് ബോഡി എന്നായി ശരീരത്തിന്റെ പേര്. ഒരു പുതിയ ശരീരമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിന് വാദം വരത്തില്ല, പിത്തം വരത്തില്ല, ഷുഗർ വരത്തില്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ള റോക്കറ്റാണ്. ഈ റോക്കറ്റിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റോക്കറ്റിലൊക്കെ സ്പീഡൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ റോക്കറ്റ് വേറെ പ്രത്യേക സൈബർ സാർ ആ റോക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1000 കോടി വനഗോളങ്ങളെ താണ്ടി 1000 കോടി വനഗോളങ്ങളെ താണ്ടി പോയിടും മാർഗം ഊഹിക്കാവാതോ. അപ്പൊ ഒന്നും രണ്ടും വാനഗോളങ്ങളെ ചന്ദ്രനെ സൂര്യനെ കിടന്നല്ലോ. പതിന് എന്തുവാ? 1000 കോടി വാനഗോളങ്ങളെ താണ്ടി കണ്ണിമിക്കുന്നിടയിൽ പോകാനുള്ള ഒരു ബോഡിയാണ് റിസറക്റ്റഡ് ഗ്ലോറിഫൈഡ് ബോഡി എന്ന് പറയുന്ന ബോഡി. സ്തോത്രം. അവര് മുമ്പിലും പോകത്തില്ല, നമ്മൾ പുറകിലും പോകത്തില്ല. അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിനെതിരെ പന്തിയും. മേഘങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി, മേഘങ്ങളോട് പോകുന്നല്ല, വലിയ മേഘമെന്ന് നമ്മൾ അങ്ങ് മൂടും. ചിത്രന്മാരെ മൂടുമ്പോ ഈ മേഘമാണ് ഒറ്റ വീട് പോയി. അങ്ങനെ ചെന്ന് ആകാശത്തിലുമ്പോ റെബേക്കയെ കൊണ്ട് എലിയാസർ വന്നതുപോലെ അറിയാമല്ലോ അല്ലേ? സഹായത്തിന് വേണ്ടി ദൈവസന്നിധാനത്തിൽ നിന്ന് മൂന്നാമത്തെ സ്വർഗത്തിൽ നിന്ന് പുത്രൻ തമ്പുരാൻ നമ്മുടെ പാർട്ടിയെ സ്വീകരിപ്പാൻ താഴോട്ട് ഇറങ്ങി. ആകാശത്തിൽ വെച്ച് ഞാൻ നമ്മിൽ കണ്ടുമുട്ടു. അവിടെ വെച്ച് പുത്രൻ തമ്പുരാൻ വലത്തെ കരം തന്ന് കാന്തി
ചേർത്തുകൊള്ളു. നമ്മളത് പാടിയെങ്കിലും കല്യാണം ഒന്നും നടക്കത്തില്ല. കുഞ്ഞാട്ടിന്റെ വേളി എപ്പോഴല്ല നടക്കുന്നത്, കുറച്ചൊരു താമസമുണ്ട്. നമ്മൾ പ്രത്യേകത്തിലെ കഥാവിനോട് എന്ത് ചെയ്യുക, 7 വർഷം എടുക്കപ്പെട്ട് അവിടെ ചെന്നു. രാവിലത്തെ CNN ഒരു ന്യൂസ് വരും, ഫിലഡൽഫിയയിൽ നിന്ന് കുറെ പേര് ഏതായാലും കൊള്ളാം. പിന്നെ ട്രംപാണില്ലാത്ത പ്രസിഡന്റ് പെന്റഗണൊക്കെ അറിയിച്ചിട്ടുണ്ട്, അന്വേഷണം തുടരുന്നു, കണ്ടുപിടിച്ചാൽ ഉടനെ അറിയിക്കും. അപ്പോഴാണ് 7 മണിയുടെ അടുത്ത ന്യൂസ്, 7:30 അടുത്ത ന്യൂസ് വന്നു. ഡൽഹിയിൽ നിന്ന് കുറെ പേര് പോയി, ലണ്ടനിൽ നിന്നും പോയി. പിന്നെ ന്യൂസോട് ന്യൂസാ, ലോകം വ്യാപകമായിട്ട് എന്ത് ചെയ്തു, ലക്ഷോപലക്ഷം ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, ഓരോരൊക്കെ കർത്താവിന്റെ വരവിനെ കാത്തിരുന്ന ദൈവമക്കളാണെന്നുള്ള അടി കൂട്ടിച്ചേർന്നു. ലോകത്തിലുള്ളവർ അന്ന് ലോകത്തിൽ ബാക്കി കിടക്കുന്നു, ലെഫ്റ്റ് ബിഹൈൻഡ്, ദോസ് ആർ ലെഫ്റ്റ് ബിഹൈൻഡ്. എന്ത് പറ്റിപ്പോയി, ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് ഇഷ്ടം. നമ്മള് കർത്താവിനോട് മധ്യാകാശത്തിലായി 7 വർഷം കാത്തിരിപ്പയോഗവും ഉപവാസ പ്രാർത്ഥന ഒന്നുമല്ല, അതൊക്കെ ഇവിടെ കൊണ്ട് കഴിഞ്ഞു. അവിടെ ചെന്താ പറയുക, കാത്തിരിപ്പയോഗത്തിൽ പോകണം. ഇപ്പോഴല്ലേ കാത്തിരിപ്പയോഗം വേണ്ടി ഉപവാസം. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴന്മാർ എന്ത് ചെയ്തില്ല. പിന്നെന്തോടെ പരിപാടി, മഹാബോറിങ്ങാണ്. അല്ല, ആരാധനയുണ്ട്, അത് പാട്ടും ഒക്കെ ഉണ്ട്. അതല്ല, വേറെ കാര്യം നടക്കുക. അവിടെ ഇത്രയും കൊടാനൂർ വിശുദ്ധന്മാരില്ലേ, ഈ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുക. അക്കൗണ്ട് സെറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായോ, അവരവരുടെ. അപ്പൊ അവിടെ എന്തോ ഉണ്ട്, ബുക്കുകൾ അങ്ങനെ വായിച്ചിട്ടുണ്ടോ, പുസ്തകങ്ങൾ. ഒരു പുസ്തകമേ ഉള്ളോ, ഒത്തിരി പുസ്തകങ്ങളുണ്ട്. എന്തോ തന്നെയാ, നമ്മളെല്ലാം നോക്കി. ഇവിടുന്ന് ഇപ്പം ഇതൊരു ക്യാമറ ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ക്യാമറ ഇങ്ങനെപ്പെട്ട നാള് പോലെ ക്യാമറ നമ്മളെ ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുക. എല്ലാം എഴുതി ചിട്ടപ്പെടുത്തി എന്ത് ചെയ്തിട്ടുണ്ട്. പേനായിട്ട് ബസ്സിനോടൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ ടെക്നോളജി ഇത്രയും വളർന്നെങ്കിൽ സ്വർഗത്തിന്റെ ടെക്നോളജി എന്തായാലും വിചാരിക്കും. അവിടെ വലിയ സദസ്സിൽ എങ്ങനെ നമ്മൾ ഇരിക്കുക, അപ്പൊ നമുക്ക് ബോറിംഗ് ഒന്നുമില്ല. കാരണം അറിയാമോ, ഒരു ദൂതൻ മുമ്പോട്ട് വന്ന് കർത്താവിലിരിക്കുന്നു, ദൂതന്മാരൊക്കെ ഉണ്ട്, ബുക്കുകളൊക്കെ തുറന്നു, ഭയങ്കര മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റിൻ ഒരൊറ്റ വിളിയ മുമ്പോട്ട് വന്നാട്ടെ. ഒരു ദൂതനാണ് വിളിച്ചത്. ഇങ്ങോട്ട് വന്നപ്പം കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, I remember him. Praise the Lord. He is washed by my blood. അതാണ് റെക്കഗ്നേഷൻ. ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്കൊരു നമുക്കവിടെ ദോഷം ചെയ്യണമെന്നല്ല കർത്താവ് വിളിക്കുന്നത്. പക്ഷെ നാമല്ലാതെ ഇവിടെ നിൽക്കണം. ക്രിസ്തുവിന്റെ ന്യായാസനം 4 ഉണ്ട്. 4 ന്യായാസനത്തിന്റെ ആദ്യം പറയുന്നില്ല. ക്രിസ്തുവിന്റെ ന്യായാസനം നമ്മുടെ പാപങ്ങളെ പൊക്കി കാണിക്കാനല്ല. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് നിൽക്കുന്നറിയാമോ, ഒന്ന് കർത്താവ് നമ്മെ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്ത് ഇവന്റെ മകനാണെന്ന്, എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിലാണെന്ന് സർട്ടിഫൈ ചെയ്യും. 2 ചോദിക്കും, ദൂതന്മാരോട് ചോദിക്കും, ഇവന് കൊടുക്കാനായിട്ട് വല്ലതും അക്കൗണ്ട് തീർക്കാൻ സെറ്റിൽ ചെയ്യുന്ന സമയം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വീടുണ്ടായിരുന്നോ, 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നോ, അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ ഒറ്റ കാര്യം ചോദിക്കും, ആത്മാക്കൾ വല്ലതും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആത്മാക്കളെ വല്ലതും നേടിയിട്ട് ഇത് മാത്രമേ അവിടെ നോക്കത്തു, വേറൊന്നും നോക്കത്തില്ല. എത്ര നാൾ ഉപവസിച്ചെന്നൊന്നും പറഞ്ഞിട്ട് അവിടെ ഒന്നും കിട്ടത്തില്ല. അതൊക്കെ ഇവിടുന്ന് അതിനൊക്കെ പുറത്ത് ഇവിടെ തരും. തെസ്സലോനിക്കയിലെ പോകാൻ തിരിച്ചു പോകാൻ കഴിയത്തില്ല. അവർക്ക് ഇങ്ങനെ എഴുതി,
കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എൻ്റെ സന്തോഷവും എൻ്റെ കിരീടവും നിങ്ങളല്ലയോ? നിങ്ങളല്ലേ എൻ്റെ സന്തോഷം, നിങ്ങളല്ലേ എൻ്റെ അതുകൊണ്ടാണ് പറയുന്നത്, ആരെങ്കിലും ഒക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്തോണം? നേടിക്കണം. ഒരുത്തരെങ്കിലും സ്വരാജ്യത്തിൽ എന്ത് ചെയ്യണം? എത്തിക്കണം. കർത്താവിന് കൊടുത്തതൊക്കെ കർത്താവ് കണക്കിട്ടു. അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. അത് ഈ ഭൂമിയിൽ തന്നെ എന്ത് ചെയ്യും? അതിലെല്ലാം 10 മടങ്ങ് കർത്താവ് തരും. അവിടെ ദൈവത്തിൽ ഇന്ന് രാത്രി കർത്താവ് പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻ പേർക്കായി പാർത്തലെ വിശ്വസ്തരായി. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻ പേർക്കായി പാർത്തലെ വിശ്വസ്തരായി. ജീവിതം ചെയ്താൽ ശുദ്ധിമാൻ വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ജീവിതം ചെയ്താൽ ശുദ്ധിമാൻ വാങ്ങിടും സമ്മാനം. അറിവർ രാജനോടൊപ്പമായി പന്തിരിപ്പതു സത്യസഭ. രാജനോടൊപ്പമായി പന്തിരിപ്പതു സത്യസഭ. ഓ പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമം വിശുദ്ധ കൂട്ടമത്രേ. ഓ പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമം വിശുദ്ധ കൂട്ടമത്രേ. ബോറിങ്ങില്ലെന്ന് ഞാൻ പറയാൻ കാര്യം അതിങ്ങനെ എന്റെ അടിയച്ചാൽ എന്തോ കിട്ടിയെന്ന മനസ്സിലായോ? ചിലർക്ക് ഉയർന്ന് എഴുന്നേറ്റ് വരുന്ന നിത്യ ലജ്ജയ്ക്കെന്ന് പറയുന്നത് നമ്മളെ അത് നിങ്ങൾ ഇതിനുമായിട്ട് വ്യാഖ്യാനിക്കരുത്. ഈ നിയമക്കളുടെ കാര്യം പറയും. എന്നാലും അവിടെ വലിപ്പച്ചെടുപ്പം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് ഈ പൗരൂസമൊക്കെ 1000 ആത്മാക്കളായിട്ട് നമുക്ക് കിരീടങ്ങൾ ഈ ഒരു 10,000 വോൾട്ടിന്റെ ബൾബ് കത്തുമ്പോൾ നമ്മൾ മിന്നാമനിങ് പൗലോസിന്റെ അടുക്കലേക്ക് നമ്മളെ അടിക്കാൻ പറ്റത്തില്ല. തമാശത്ത് ഞാൻ പറയല്ല. ദൈവകൃപയാൽ ഞാൻ 100 കണക്കിന് ആത്മാക്കളുമായിട്ട് അവിടെ നിൽക്കും. രാജസ്ഥാനിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് 100 ആത്മാക്കളുമായി ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രതിഫലം വിഭാഗിച്ചു കൊടുക്കുന്ന നാളിൽ കർത്താവിന്റെ തലയിലും കിരീടം വെക്കും. അതുകൊണ്ട് ഈ ലോകത്തെ ചൊല്ലി ദൈവമക്കളെ നിങ്ങളാരും ഉണ്ടാക്കുന്ന നിങ്ങളുടെ സമയം വൃഥാവാണ്. This is very temporary. 7-10 ഏറെയായാൽ 80 മാത്രം. 7-10 ഏറെയായാൽ 80 മാത്രം. കഷ്ടത മാത്രം. മായയായി ലോകത്തെ ചൊല്ലി ചുറ്റി സമയം കളയരുത്. നമുക്ക് നിലനിൽക്കുന്ന നഗരം അബ്രഹാം മരിക്കുമ്പോൾ യാക്കോബിന് 15 വയസ്സുണ്ട്. ഫെബ്രുവരിയിലാണ് താമസം. യാക്കോബ് ചോദിച്ചു. യാക്കോബ് അബ്രഹാമിന് മടിയിലിരുന്ന വളർന്നത് 15 വയസ്സ് വരെ. ഇങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ രാത്രി ഇങ്ങനെ പറയാം നിങ്ങളോട്. അപ്പച്ചാ യാക്കോബ് ചോദിക്കുക, അല്ലപ്പച്ചാ ഗ്രാൻഡ്പാ ഇപ്പത്തെ നാട് ഇതാണോ? അല്ല മോനെ. പിന്നെ എവിടെയാ വീട്? ഇവിടുത്തെ 400 മൈല് ദൂരെ മെസൊപ്പൊത്താമിയ. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വന്നു. അതുപോലെ ദൈവത്തിന് വിളിയിട്ട് ഞാൻ ആ ദൈവം എന്ത് ദൈവം? ദൈവത്തിന്റെ പേരെന്നാ? മോനെ ഇന്നെന്താ പേര്? അപ്പച്ചൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? പിന്നെ അപ്പച്ചൻ എന്നാ ഇതുപോലെ വീട് വെക്കാൻ കുളങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അവിടെ മരിക്കുന്നവരെ എന്ത് വെച്ചിട്ടില്ല? ഒരു 5 ബെഡ്റൂം ഹൗസ് തരം ഇല്ലാഞ്ഞിട്ടാണോ?
മരിച്ചപ്പം സാറാ മരിച്ചു. നാട്ടുകാരെല്ലാം കൂടിയിരിക്കുക, സമയമായിരിക്കും പാട്ട് പാടിക്കൊണ്ടിരിക്കുക. മനസ്സിലാക്കാൻ വേണ്ടി പറയാ കേട്ടോ. ഈ അബ്രഹാം മക്കളുടെ എല്ലാവരും നോക്കി ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. അബ്രഹാം മാത്രം പാട്ടും പാടുന്നില്ല. അബ്രഹാം ചവക്കോട്ടയില്ല. എന്താണ് ഓരോരുത്തരെ പള്ളിയിലോട്ട് വിളിച്ചോണ്ട് ആദ്യം ചോദിക്കുന്നത് എന്നറിയാം? ചവക്കോട്ടയോ? അബ്രഹാം അവിടെ ചെന്ന് പാടിട്ട് ഇത്രയും കാലമായി ചവക്കോട്ടയില്ല. അപ്പോഴത്തെ ഭാര്യ എവിടെ? ആൾക്കാർ നോക്കി ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. ഇന്നിച്ച് അബ്രഹാം ഒരൊറ്റ പിടിയും അങ്ങ് പോയി. എവിടെ പോയെന്ന് അറിയാം? നടന്ന ഹിത്യരുടെ പട്ടണവാദികൾ ഹിത്യരുടെ അടുക്ക് ചെന്നിച്ച് പറഞ്ഞു, എൻ്റെ ഭാര്യ സഹായം മരിച്ചു, എനിക്ക് അവിടെ അടക്കുവാൻ നിങ്ങളൊരു ശ്മശാന സ്ഥലം. ഈ മനുഷ്യൻ അന്ന പിടിച്ചല്ലോ 6 അടി മണ്ണ് എഴുതി മേടിച്ചത്. ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്ന നാട്ടിൽ എന്താ പറയുക, പട്ടയമല്ലേ? അബ്രഹാമിന് പട്ടയം കൊടുത്ത് എന്തെങ്കിലും മേടിച്ചെങ്കിൽ എന്തേ ഉള്ളൂ? മക്പേല ഗുഹ. 2 വാൽ. മക്പേല എന്ന വാക്കിൻ്റെ അർത്ഥം ഇരട്ട വാൽ എന്ന. ഇരട്ട വാൽ, 2 വാലുണ്ട്. ഇതിലേക്ക് കയറ്റി അടക്കിയാൽ കർത്താവിന്റെ നാളിൽ മറ്റേ വാലിൽ ഈ പിള്ളേരെല്ലാം ഇതിന് കടിപൊളി കൂട്ടി. ഏതിനെ? മക്പേല ഗുഹയ്ക്ക് പിള്ളേരെ വഴക്കുണ്ടാക്കി. ഏതിനെ വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ? നിങ്ങളെന്താ മിണ്ടായിരിക്കും? ഇത് അതല്ല, 2 സെന്റ് വേണമെന്നാ പറഞ്ഞേ. യാക്കോബ് മിസ്രയീമിൽ മരിച്ചു. അവിടെ 400 മൈൽ ദൂരമുണ്ട് മക്പേല ഗുഹയിലേക്ക്. ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് മോനെ വിളിച്ചു പറഞ്ഞു, മോനെ എനിക്ക് ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയില്ലാത്ത ഈ മണ്ണിൽ എന്റെ ജഡ നടക്കരുത്. ലോകത്തിൽ ഇന്ന് വരെ ലഭിച്ചതിൽ ഏറ്റവും വലിയൊരു നല്ല ശുശ്രൂഷ ആർക്ക് ലഭിച്ചെന്നറിയാമോ? അതുപോലെ ശുശ്രൂഷ ആർക്ക് ലഭിച്ചില്ല? യാക്കോബിന്. ഫറവോന്റെ പ്രഭുക്കന്മാരുൾപ്പെടെ വലിയൊരു ജനം ഈ ഡെഡ് ബോഡി എടുത്തോണ്ട് അങ്ങോട്ട് പോയി. മക്പേല ഗുഹയിൽ കൊണ്ടുപോയി. അവിടെ അബ്രഹാമിനെ അടക്കി, സാറായി അടക്കി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ബോഡി അങ്ങോട്ട് പോവുകയാ. അവിടെ കൊണ്ടടക്കി. അത് കഴിഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ വിളിച്ചൊരു കാര്യം പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കും. എന്നും ഈ കിടപ്പ് എന്ത് ചെയ്യുന്നില്ല, നമ്മളെ കിടക്കത്തില്ല. നമ്മൾ ഇവിടുത്തുകാര്, നമ്മളെ നാട്ടുകാരല്ലല്ലോ. ഇവിടുന്ന് നിങ്ങൾ പോകുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ദയവായിട്ടൊരു കാര്യം ചെയ്യണം. എന്റെ അസ്ഥികളോട് എന്ത് ചെയ്യണം? മോശ പോകുമ്പോ ഒരു ഏറെബായി മോശയുടെ തോളിലിങ്ങനെ നോക്കിയിട്ടുണ്ടാ പോകുന്നത്. എന്താണെന്നറിയാമോ? കുറെ സ്വർണം വെളിയൊന്നുമല്ല, പിന്നെ യോസേഫിന്റെ ഇവിടെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. ഈ അബ്രഹാം ആ മോനെ വിളിച്ച് കൊച്ചുമോനെ കാണിച്ചു കൊടുത്ത്, മോനെ അതുകൊണ്ടായിരുന്നു വീട് ഇതുവരെ പണിതില്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ല. പിന്നെ എവിടെ ആപ്പിച്ച മേലുണ്ട്. അതെവിടെ ആപ്പിച്ചെന്ന് കാണിക്കാമോ? വരാൻ പറഞ്ഞു. സന്ധ്യയ്ക്കോ മോനിക്ക് വരാൻ എന്നിട്ട് കൊണ്ട് ചോദിച്ച് നോക്കിട്ട് നോക്കാൻ പറഞ്ഞു. കാണാമല്ലോ, നക്ഷത്രം കാണാമോ? മോനെ ഒന്നുകൂടെ വിശ്വാസത്തിലെ കണ്ണം കാണിക്കാൻ പറഞ്ഞു. വിശ്വാസത്തിലെ കണ്ണോക്കി നോക്കാൻ പറഞ്ഞു. മോൻ പറഞ്ഞു, വലിയ പറ്റ ഗ്രാൻഡ് ബൈ സീറ്റ്. എന്താണ് കാണുന്നത്? ദൈവം ശില്പിയായി അടിസ്ഥാനമുള്ളതുമായ നഗരം ഞാൻ കാണാം. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ചെയ്തില്ലെങ്കിൽ നാം പരാജയപ്പെട്ടു. നമ്മുടെ ക്രിസ്ത്യ ജീവിതം പരാജയപ്പെട്ടു. നമ്മുടെ കുടുംബ ജീവിതവും പരാജയപ്പെട്ടു. ഞങ്ങൾ നിർത്തട്ടെ, സമയം പോലെ. ഞാനിതിൽ ന്യൂയോർക്കിൽ പോകും. ഇതിനിടയ്ക്ക് ഒരു കാര്യം 1 മിനിറ്റോട് പറയാം. ദൈവസഭയാണ് ഇനി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുക. 7 പ്രാവശ്യമായിട്ടായിരിക്കും മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുന്നത്. 7 പ്രാവശ്യമായിട്ട്. നമ്മളിങ്ങനെ വായിക്കുന്ന 15-ാം അധ്യായത്തിൽ ആദ്യഫലം പിന്നെ ക്രിസ്തുവിന് ഉള്ളവർ. ഇംഗ്ലീഷ് വായിച്ചാൽ എവരിബഡി ഇൻ ദെയർ ഓൺ ഓർഡർ. വായിച്ചിട്ടുണ്ടോ? എവരിബഡി ഇൻ ദെയർ ഓൺ ഓർഡർ. ഒരു ഓർഡർ, ഇതിനെല്ലാം ഓർഡർ ഉണ്ട്. ആദ്യ ഫലമായി മരിച്ചവർ 4 ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മേപ്പോട്ട് പോയി. കർത്താവ് മരിച്ചുയർത്ത ആ കർത്താവ് മേപ്പോട്ട് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു വിശുദ്ധന്മാർ, ഒരു കൂട്ടം വിശുദ്ധന്മാർ, പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ഇടയ്ക്കുള്ള ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. അത് അവരെ 2 കൂട്ടത്തിൽ ഇല്ലാത്തവരാണ്. അത് അങ്ങനെ മത്തായിയുടെ സുവിശേഷം 20 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മരണശേഷം അവരെന്ത് ചെയ്തു? അവർ കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ വന്ന് പലർക്കും അത് ഇന്റർവ്യൂ ചെയ്തതെന്നൊക്കെ യഹൂദ ചരിത്രം പറയുന്നത്. 12,000 പേരുണ്ടെന്ന് ജോസിഫാസ് എഴുതിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല 12,000 13,000 പേര്.
ഇവർ കർത്താവിനെ കണ്ടവരും കർത്താവിനെ ശിക്ഷ അനുഭവിച്ച് ശിമിയോനും കർത്താവിനെ കരങ്ങളെടുത്ത് പ്രാർത്ഥിച്ച ഇവർക്ക് എന്താ പാർട്ടിയില്ല. ഇവരെല്ലാം കൂടെ ഉയർത്തെഴുന്നിട്ട് ഇവർ പിന്നെ മരിച്ചിട്ടില്ല, ഇവർ മേളോട്ടൊക്കെ പോയി. 7 പ്രാവശ്യമായിട്ട് ഉയർപ്പ ഈ പുനരുദ്ധാനം നടക്കുന്നത്. 7 പ്രാവശ്യം. ആദ്യമാരാ കർത്താവ്, രണ്ടാമതാരാ ഈ വിശുദ്ധന്മാർ എഴുന്നേറ്റ് പോയ കർത്താവിന്റെ മരണത്തോടനുബന്ധിച്ച് എഴുന്നേറ്റ കല്ലറകളെ വിട്ട് പുറത്തു വന്ന വിശുദ്ധ നഗരത്തിൽ 40 ദിവസം നടന്ന വിശുദ്ധന്മാര് അവരങ്ങ് പോയി. മൂന്നാമതിനി ആര് പോകും? ദൈവസഭ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റപ്പെടും. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റപ്പെടും. നാലാമതൊരു 144,000 പേർ ക്രിസ്തുവിന്റെ കാലത്ത് ഇവിടുന്ന് മുദ്രയേറ്റവരിടുന്ന് എന്ത് ചെയ്യും? ഇവിടുന്ന് മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഞാൻ സമയമില്ല, നിർത്തുക. ഒരു വലിയ മഹാപുരുഷാരം വെള്ളക്കുരുത്തോല ധരിച്ച് എവിടെ നിൽക്കുന്നു? നിങ്ങൾ വെളിപ്പാടി വായിക്കുന്നില്ലേ? ഒരു വലിയ പുരുഷാരം. അത് ദൈവസഭയുടെ മെമ്പറല്ല, ദൈവസഭയുടെ മെമ്പറല്ല, മണവാട്ടി അല്ലാതൊന്നും കേട്ടോ. സ്തോത്രം. അവരിവിടുന്ന് മാറ്റപ്പെടും. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം 2 പേര് മോശെ ഏലിയാവ് എന്ത് ചെയ്യും? എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഇവിടുന്ന് മേലോട്ട് കയറിപ്പോവും. ഏറ്റവും ഒടുവിൽ പഴയ വിശുദ്ധന്മാർ ഇവിടുന്ന് പോകും. പ്രീസലോ, പഴയ വിശുദ്ധന്മാരുടെ വേടി ചെന്ന് കഴിയുമ്പോൾ 7 കൊല്ലം കഴിഞ്ഞു. പ്രീസലോ, പഴയ വിശുദ്ധന്മാര് ഇതിനോട് പോയി ഇവിടുന്ന് കയറിപ്പോയ എല്ലാ വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തി കർത്താവ് മണവാട്ടിയെ എന്ത് ചെയ്യും? ആരെ? ദൈവസഭയെ മാത്രം. ഏറ്റവും ഗ്ലോറിയസ് ഗ്രൂപ്പ് ഏതാണ്? മണവാട്ടി സഭ. മറ്റുള്ളവരെല്ലാം തോഴിമാരും തോഴന്മാരും സാക്ഷികളും ആയിരിക്കും. കർത്താവ് മണവാട്ടി വേളി കഴിച്ചിട്ട് അതിലുമാരും വിശുദ്ധന്മാരുമായി നാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഞാനെന്റെ വാക്കിൽ നിർത്തണം. എൻ്റെ ഒരു പുതിയ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് ഇത് വന്നത്. നിത്യത മുതൽ നിത്യത വരെ ഞാൻ 6-7 പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകം ഇംഗ്ലീഷിലുണ്ട്, ബോവസിന് വലിയ വേറെ പുസ്തകമുണ്ട്. അതൊക്കെ കോപ്പികളൊക്കെ തീർന്നു. ഇത് പുതിയ പുസ്തകം. ഇത് ഞാൻ ഈ പറഞ്ഞ എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഏഞ്ചലോളജി എന്ന് പറഞ്ഞ ദൂതശാസ്ത്രം, ഭൂതശാസ്ത്രം. ഭൂതം എന്ന് പറഞ്ഞാൽ തന്നെ, ദൂതൻ എന്ന് പറഞ്ഞാൽ തന്നെ, വീണുപോയ ദൂതന്മാർ എത്ര ഉണ്ട്, അവരിപ്പോൾ എവിടെയൊക്കെയാണ്, ആരെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു, ആരെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുന്നു, ഇനി ആരെയൊക്കെ അഴിച്ചു വിടും. പ്രീസലോ, നിങ്ങൾ മലയാളത്തിൽ തിരുപ്പതി നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ പുത്തം വയ്ക്കാനുള്ള പരിപാടിയല്ലേ പറയുന്നത്. പ്രീസലോ, വിശുദ്ധന്മാർ ഓർഡർ ഇപ്പം നടക്കി, എങ്ങനെ നടക്കി, എന്ന് പോകും, എങ്ങനെ ആയിരിക്കും, നിത്യത എവിടെ ആയിരിക്കും, ഭൂതകാല നിത്യത 31-1 പിൻപുള്ള ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയുള്ള സംഭവങ്ങൾ ഞാൻ ഭംഗിയായിട്ട് 10 കൊല്ലം എടുത്ത് പ്രാർത്ഥിച്ച് എഴുതിയ പുസ്തകമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൽ കോപ്പി മേടിക്കാം. ഫ്രീ അല്ല, 1,00,000 രൂപ മുടക്കി അടിച്ചതാണ്. അതുകൊണ്ട് എന്തെങ്കിലും തന്നാൽ മതി. പിന്നെ ഇപ്പം ഇല്ലെങ്കിൽ കർത്താവദാസ ഏൽപ്പിച്ചാൽ മതി. പുസ്തകം ഇനി എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പുസ്തകം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതുകൊണ്ട് കർത്താവിന്റെ വേല വടക്കലൊക്കെ ചെയ്യുന്നേ. അതൊക്കെ പോട്ടെ. ഈ കർത്താവ് വരുന്ന ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, പൂജയൊക്കെ വലിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ വലിയ ആഗ്രഹം ഇവിടെ എന്തുണ്ടാകുന്ന ഉണർവ് ഉണ്ടാകും. ഈ ചെറിയ പ്രാർത്ഥന ഉണർവ് ഉണ്ടാകത്തില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നിരുന്നില്ലേ, അത് പടയെ വായിച്ചാൽ നമുക്ക് 2 മണിക്കൂർ 4 പേരെ ഉണർവ് അതെല്ലാം പ്രാർത്ഥിച്ചോ. സമയം മാറ്റി നിർത്തിയാൽ ഇവിടെയൊക്കെ പ്രാർത്ഥിക്കും. ദൈവം ഉണർവായിരിക്കും. ദൈവത്തിന് വലിയ ചെയ്യാം. ഇവിടെ തലമുറയെ ആ നഗരം കാണിച്ചു കൊടുക്കാം. എനിക്ക് വലിയ വീടൊക്കെ ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ. എല്ലാം വിറ്റു. വിറ്റാ മൂളം പോയി. വിറ്റെന്ന് പറഞ്ഞാൽ വിറ്റേ പിള്ളേർക്കൊക്കെ കൊടുത്തു. പിള്ളേരെ കെട്ടി ചൂട്ടും മോന് കൊടുത്തു. ഞങ്ങൾക്ക് 5 സെന്റ് ഭൂമിയില്ല. എന്നോട് താരി പറഞ്ഞിട്ടൊന്നും പറയരുത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എന്ത് സന്തോഷം. ഈ മോർഗേജ് എന്ന് പറയുന്നത് പിശാൻ എന്ത് ചെയ്തു, നമ്മളെ വിട്ടുപോയി. ഇനി കൊണ്ടുവരല്ല എന്നത്ര കുഴപ്പം. അതുകൊണ്ട് നിങ്ങളെല്ലാം വീട് നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇനി മേടിക്കരുത്. ഉള്ളതൊക്കെ എന്ത് ചെയ്യണം? വീടും വസ്തുവും നേടാനുള്ള സമയം ഇതല്ല. കാടും വയലും ആവലോടുകൂടി നേടുക നീ ആത്മാക്കളെയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ. സമയം തന്നതിന് നന്ദി. കർത്താവദാസൻ കുടുംബത്തിന് നന്ദി. വീണ്ടും കാണാം. കേൾപ്പിച്ച നല്ല ദൂതനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 7കളെ കുറിച്ച് പറഞ്ഞു. ഈജിയൻ കടലിലേക്ക് തള്ളപ്പെട്ടതായ യോഹന്നാൻ ആത്മവിവശതയിലായി അവിടെ കൊണ്ട് ഡൊമീഷ്യൻ ചക്രവർത്തി ചിന്തിച്ചു, ജീവിതം അവിടെ കൊണ്ട് യോഹന്നാൻ എത്തിയിരിക്കുകയാണ്. ആത്മവിവശതയിലായ ഭക്തനായ യോഹന്നാൻ കണ്ടത് 7 സഭയ്ക്കുള്ള ദൂത് എഴുതി. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ കരങ്ങളിൽ എത്തിയിരിക്കുന്ന ഈ ദൈവവചനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യണം. കഴിഞ്ഞ രാത്രിയിൽ എന്റെ കുടുംബ പ്രാർത്ഥനയിൽ എന്തോ എന്നെ വളരെ മാനസികമായി വേദനിപ്പിച്ച് കരയിപ്പിച്ചുകൊണ്ട് ഒത്തിരി കർത്താവിന്റെ ഭൂശീകരണത്തെ കുറിച്ചും അത് കഴിഞ്ഞിട്ട്
ഒത്തിരി അങ്ങ് വൈകാരിക തലത്തിൽ കൂടെ ആണോ എന്തോ എനിക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വലിയ അനുതാപത്തോടെ നിലവിളിച്ചുകൊണ്ട് തന്നെ കുറച്ചു നേരം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം ഞാൻ ഈ യഹസ്കേൽ പ്രവചനം 1-2 ദിവസം കൊണ്ട് അതിങ്ങനെ മനസ്സിലാകും. 37 പ്രാർത്ഥിച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞത് ആത്മാവിന്റെ ഒഴുക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് ദൂതുമായിരുന്നു. ഇന്ന് രാത്രിയിൽ ഈ കേട്ടതായ ദൂതിന്റെ മുമ്പിൽ ഒറ്റ വാക്ക് പറയട്ടെ. ഒരു കയ്യിൽ ദൈവവചനം ഒരു കയ്യിൽ ദിനപത്രവും എടുക്കുകയാണെങ്കിൽ ദൈവവചനത്തിലെ വിഷയങ്ങൾ ആനുകാലികമായി സംഭവിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികളിൽ ഒരു നല്ലൊരു വിഭാഗം സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും വിശ്വസിക്കുന്നില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതെല്ലാം മൺമറഞ്ഞ് ഈ നിഴലുകളെല്ലാം മാറി കഴിയുമ്പോൾ ഒരു നിത്യതയുണ്ട്. ഇന്ന് രാത്രി ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബാങ്ക് ഡിപ്പോസിറ്റ് കൊടുക്കുവാനല്ല, അതിനേക്കാൾ അപ്പുറമായി നിത്യതയെ കുറിച്ച് ഈ ദൂതിന്റെ മുമ്പിൽ ഈ ദൂത് കേട്ടിട്ട് ഇന്ന് രാത്രി നമ്മൾ പോയ ശേഷം വെളിപ്പാട് പുസ്തകം വായിക്കണം, ധ്യാനിക്കണം, ദൈവസന്നിധിയിൽ കരയണം, പ്രാർത്ഥിക്കണം. ഈ നിഴലുകളൊക്കെ വിട്ടുപോകുമ്പോൾ ഒരു നിത്യതയുണ്ട്, അത് നഷ്ടപ്പെടരുത്. ഈ കൂട്ടായ്മയ്ക്ക് ഈ പാട്ടൊക്കെ അങ്ങോട്ട് പാടുമ്പോൾ എന്തൊരു ആത്മാവിന്റെ നിറലൊന്ന് പാടി നോക്കിക്കേ. ദൈവദാസൻ വന്നപ്പോൾ പറഞ്ഞു മടങ്ങി പോകണം എന്നൊരു വാക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ ടൈം അങ്ങനെ ആക്കിയത്. കേൾപ്പിച്ച നല്ല ദൂതനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും പണ്ടത്തെ ആ കാത്തിരിപ്പ് യോഗത്തെ കുറിച്ച് പറഞ്ഞാൽ ദൈവം നമുക്ക് കൂടണം. താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് ഒരുങ്ങണം. രാത്രിയുടെ യാമത്തിൽ എവിടെയെങ്കിലും വീടല്ലേ ഒരു ഹാൾ എടുത്തായാലും നമുക്ക് 2-3 ദിവസം ഇരുന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാവിൽ ബലപ്പെടണം. നമ്മുടെ തലമുറയിലെ ചെറുപ്പക്കാരെല്ലാം ഒന്നിച്ചൊന്ന് കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊന്ന് ആരാധിക്കുന്ന ഒരു സുദിന ഞാൻ സ്വപ്നം കാണാം. സംഘടന ഒന്ന് കെട്ടിപ്പടുക്കണം. നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തെ വാർത്തെടുക്കണം. വാക്കിൽ നിർത്തട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് ദൈവദാസനോടും കുടുംബത്തോടും ഞങ്ങൾക്കുള്ള നന്ദി, ആഴേറിയ നന്ദി അറിയിക്കുക. വീണ്ടും നിങ്ങൾ കടന്നു വരണമേ എന്ന് ഓർപ്പിക്കുന്നു. നമുക്കൊരു പാട്ടിന്റെ 2 കൈ പാടി നിർത്താം. കർത്താവ്